നമ്മൾ ആദ്യം തന്നെ പറഞ്ഞ സ്ത്രീകളുടെ പ്രാധാന്യം അവരോട് തന്നെ ചോദിക്കാം, അവരും പൂജയെല്ലാം ചെയ്യുന്നതാണ്. പേര് നമ്മുടെ ഈ യാഗത്തില് ഹോമിക്കുന്ന ഔഷധങ്ങളാണ് ഈ കാണുന്നത് മൊത്തം. ഇത് കണ്ടോ, ഓരോന്നിനും പ്രത്യേകതയുണ്ട്. ഈ യാഗം കാണാനെത്തിയ 100-ൽ കൂടുതൽ സിനിമയിൽ അഭിനയിച്ച ഒരു നടിയുണ്ട്. ഈ കാണുന്നത് അവസാന ദിവസം ഈ ഒരു യാഗം തീരുന്നതിന്റെ അന്നാണ് ഇത് കത്തിക്കുന്നത്. നമസ്കാരം നമസ്കാരം നമസ്കാരം. നമ്മൾ മാലിമേലാണ് നിൽക്കുന്നത്. ഇവിടെ ഈ മഴയായിട്ട് വന്നതിന്റെ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഒരു യാഗം നടക്കുന്നു, വലിയൊരു യാഗം നടക്കുന്നു. ശശമംഗള യാഗം എന്ന് പറയും. 100ഓളം സന്യാസിമാര് പങ്കെടുക്കുന്ന ഒരു യാഗമാണ്. സ്ത്രീകൾക്ക് വലിയ പ്രാധാന്യമാണുള്ളത്. അതിനുമപ്പുറം ശരിക്കും ജാതി മത ഭേദമന്യേ ഉള്ളൊരു വലിയ യാഗമാണ്. എന്തായാലും കാണാല്ലേ, കൂടുതലായിട്ട് നമുക്ക് ഇദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം. പേര്? എന്റെ പേര് ഗിരിജാദേവി. ഈ ഒരു യാഗം വേറെ എവിടെയെങ്കിലും ഒക്കെ നടന്നിട്ടുണ്ടോ? ഈ യാഗം നടന്നിട്ടില്ല. ശശമംഗള മഹായാഗം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നടക്കുവാണ്. അപ്പൊ ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജാതി മതഭേദമന്യേ എല്ലാവർക്കും. ഇപ്പൊ ക്ഷേത്രം എന്ന് പറയുന്നത് ക്ഷേത്രം വൈഷ്ണോദേവി ശനീശ്വര സ്ഥാനമാണിത്. അപ്പൊ ഈ ക്ഷേത്രം തന്നെ വളരെ പ്രസിദ്ധ. ത്രേതായുഗ കാലഘട്ടം മുതൽ ഈ ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. ജ്യോതിഷന്മാർ പറയുന്നു ഇന്ത്യയിലെ എല്ലാ ആശ്രമങ്ങളിൽ നിന്ന് സന്യാസി ശ്രേഷ്ഠന്മാർ വന്ന് ഇവിടെ ഇതെല്ലാം കണ്ടതിന് ശേഷമാണ് ഇവിടെ ഒരു യാഗം തീരുമാനിച്ചത്. 18 സിദ്ധയോഗീശ്വരന്മാർ ഒരുമിച്ച് ചേർന്ന് ഇവിടെ ഒരു യാഗം നടത്തിയിട്ടുണ്ടായിരുന്നു പണ്ട്, പുരാതന കാലത്ത്. അപ്പൊ അതിന്റെ വെളിച്ചത്തിൽ അതിന്റെ തിരിച്ചറിവ് കൊണ്ടാണ് ഇവിടെ ഒരു യാഗം നടത്തണമെന്ന് ആചാര്യശ്രേഷ്ഠന്മാർ തീരുമാനിച്ചത്. തീർച്ചയായും നമുക്ക് ഇതിന്റെ കാഴ്ചകളെല്ലാം കാണാം, അവരോടെല്ലാം സംസാരിക്കാം. പോരെ ബാ. നമ്മുടെ ഈ യാഗത്തില് ഹോമിക്കുന്ന ഔഷധങ്ങളാണ് ഈ കാണുന്നത് മൊത്തം. ഇത് കണ്ടോ, ഓരോന്നിനും പ്രത്യേകതയുണ്ട്. എന്തൊക്കെയാണ് ഇതിന് പ്രത്യേകത വെച്ചാല് ശശമംഗള യാഗം തന്നെ ശനീശ്വര പ്രീതി എന്ന് പറഞ്ഞ രോഗ മാറാൻ വേണ്ടിട്ടാ പ്രധാനമായിട്ടും. അപ്പൊ അതില് 1008 മൂലികകളാ. ഇതില് അത്തി പേരാൽ അരയാൽ തുടങ്ങിയ സമത്തുക്കളും കുങ്കുമം, ശുദ്ധമായ കുങ്കുമപ്പൂവ്, ഇടമ്പലി വരമ്പലി, പിന്നെ ദശപുഷ്പങ്ങള്, ദശമൂലങ്ങള് തുടങ്ങിയിട്ട് ഇതിലില്ലാത്തതായിട്ടുള്ള ഇന്ന് ഭൂമിയിൽ കിട്ടുന്ന സർവ്വ ഔഷധങ്ങളും ഇതിൽ ചേർന്നിട്ടുണ്ട്. കൂടാതെ അവിടെ ചെയ്തോണ്ടിരിക്കുക, സെറ്റ് ചെയ്തോണ്ടിരിക്കുക, ഓരോ പ്രാവശ്യം കഴിയുമ്പോഴും സെറ്റ് ചെയ്തോണ്ടിരിക്കുക. സ്വാമിജി നമസ്കാരം. പ്രണാമം. നമ്മുടെ ഈ ഒരു യാഗത്തിന്റെ പ്രത്യേകത എന്താണ്? ബ്രഹ്മാണ്ടത്തിൽ സർവചരാചരങ്ങളെയും ഏകോപിപ്പിക്കാനും പ്രകൃതി ക്ഷോഭങ്ങളിൽ നിന്ന് ജീവരാശികളെ സംരക്ഷിക്കാനുമായിട്ട് വൈദിക വിധിപ്രകാരം താന്ത്രിക കർമ്മങ്ങളെ മിശ്രിതമാക്കിക്കൊണ്ട് ചെയ്യാവുന്ന ഏക ഹോമമാണ് ശശമംഗള മഹായാഗം. ശിക്ഷാകൽപ്പം, നിരുക്തം, ഛന്ദസ്, ജ്യോതിഷം, വ്യാകരണം എന്ന 6 അംഗങ്ങളിൽ ജ്യോതിഷശാസ്ത്രത്തിൻ്റെ കണക്ക് പ്രകാരം 5 യോഗങ്ങൾ ഒന്നിച്ചു ചേരുന്ന സമയത്ത് ആ യാഗത്തിന് ഈ യോഗത്തിൻ്റെ പ്രത്യേകത ഉള്ളതിനാൽ ജ്യോതിഷശാസ്ത്ര പ്രകാരത്തിലുള്ള നവഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയും പ്രത്യേകം ചേർത്തുകൊണ്ട് ഏത് രാജ്യത്ത് ഏത് വ്യക്തി എങ്ങനെ ജീവിക്കണമെങ്കിലും ഗ്രഹങ്ങളുടെ അകത്ത് തന്നെയാണ് ജീവിക്കുക. സൂര്യനെയും ചന്ദ്രനെയും ഒഴിവാക്കിക്കൊണ്ട് ഏതെങ്കിലും ലോകത്ത് പോയിട്ട് ആർക്കും ജീവിക്കാൻ സാധ്യമല്ല. പ്രിമോഡിയൽ എനർജി തരുന്നതായ ഇലക്ട്രിക് സ്രോതസ്സുകളാണ് സൂര്യനും ചന്ദ്രനും. ഈ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും പ്രയാണത്തിൻ്റെ അകത്ത് വരുന്ന ഭൂമിയുടെ ഭൂമിയിലുള്ള ജീവരാശികളുടെ തുലനത അവരെ റെഗുലേറ്റ് ചെയ്യാനാണ് ഇത്തരത്തിലുള്ള മഹായാഗങ്ങൾ നടക്കുക. അതുകൊണ്ട് പഞ്ചഭൂതങ്ങളായ സ്പേസ്, എയർ, ഫയർ, വാട്ടർ ആൻഡ് എർത്ത് ഇവയെ പ്രത്യേക തരത്തിൽ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിക്കൊണ്ട് അവയെ ശുദ്ധീകരിക്കാനും അന്തരീക്ഷത്തിൻ്റെ മലിനീകരണത്തെ പരിപൂർണമായി തടയാനുമായിട്ടാണ് ഈ മഹത്തായ യാഗം. നവഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയും ഏകാദശ രുദ്രന്മാരെയും പ്രകടമാക്കിക്കൊണ്ട് 12 ആദിത്യന്മാരെയും വസുക്കളെയും പ്രീതിപ്പെടുത്തുന്ന മഹത്തായ ചടങ്ങാണ്. അതിലൂടെ ഇന്ദ്രനും പ്രജാപതിയെ അനുഗ്രഹിക്കുമ്പോൾ ഈ ലോകത്ത് ജാതിക്കും മതത്തിനും കുലത്തിനും കുടുംബത്തിനും ഗോത്രത്തിനും വർഗത്തിനും വർണ്ണത്തിനും അതീതമായി ഏകീകരണത്തോടുകൂടി ജീവിക്കാൻ സാധിക്കുന്നു. അതാണ് ശശമംഗള മഹായാഗം. നമുക്ക് ഈ ക്ഷേത്ര ആചാര്യനെ പരിചയപ്പെടാം. നമസ്കാരം. വലിയ സന്തോഷം. എന്താണ് ഇങ്ങനൊരു യാഗം ഇവിടെ നമ്മുടെ ഈ ക്ഷേത്രത്തിൽ നടത്താനുള്ള കാരണം? കാലദോഷമുള്ളവർക്ക്, പ്രത്യേകിച്ച് ശനിയുടെ കാലദോഷമുണ്ട്. കണ്ടകശനി, ഏഴരശനി, ജന്മശനി എന്ന് പറയുന്നത് പോലെ, ശനി ദശാകാലം എന്ന് പറയുന്നത് പോലെ ശനിയിൽ കൊണ്ടുള്ള ദോഷമുണ്ട്. സാമ്പത്തിക നഷ്ടങ്ങളും രോഗങ്ങളും പലവിധ ദോഷങ്ങളും കഷ്ടതകളും അനുഭവിക്കുന്നതിന് അതെല്ലാം മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ശനി ഭഗവാന്റെ സന്നിധിയിൽ വെച്ചൊരു മഹായാഗം നടത്താൻ ശശമംഗള മഹായാഗം എന്ന പേരിൽ ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി, ശനി പ്രീതിക്ക് വേണ്ടി നടത്തപ്പെടുന്ന യാഗമാണത് ശശമംഗള മഹായാഗം. നമുക്ക് കൂടുതലായിട്ട് ഇനി കുറേ ഉണ്ട് കാണാൻ. മാത്രമല്ല സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട് സ്ത്രീകൾക്ക് ഇവിടെ വന്ന് ആരാധന നേരിട്ട് നടത്താനുള്ള കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമുക്കിപ്പോൾ നേരിട്ട് കാണാം. സ്വാമിജി നമസ്കാരം. നമസ്തേ. നമസ്തേ. നമ്മുടെ ഈ ഒരു
യാഗം ശരിക്കും സ്ത്രീകൾക്ക് വലിയ പ്രാധാന്യം ഇവിടെ കൊടുക്കുന്നുണ്ട്. മാത്രമല്ല സന്യാസിമാരാണ് ഈ യാഗം ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു വലിയ പ്രത്യേകതകളുണ്ട്. അപ്പോൾ ഈ യാഗത്തിന് ഏറ്റവും കൂടുതൽ അങ്ങനെ വരാൻ പ്രത്യേകത എന്താ വരാൻ കാരണം? ഇന്ന് ഇത് കലിയുഗമാണ്. പുരാതനമായ നമ്മുടെ ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലുമൊക്കെ സ്ത്രീകൾ, പ്രത്യേകിച്ച് അമ്മമാർ, ഹോമങ്ങളിലും യജ്ഞങ്ങളിലുമെല്ലാം പങ്കെടുത്തിരുന്നുവെന്നും മഹാപണ്ഡിതരുടെ സഭകളിൽ അവർ വേദങ്ങളെ ചൊല്ലി പല തർക്കവേദികളിൽ പോലും അവർ പങ്കെടുത്തിരുന്നു എന്ന് വ്യക്തമാണ്. അപ്പോൾ ഈ കലിയുഗത്തിൽ അവരെ മാറ്റി നിർത്തുന്നത് ഒരിക്കലും നമുക്ക് യോജിച്ചതല്ല. കാരണം കലിയുഗം എപ്പോഴും ധർമ്മത്തിൻ്റെ യുഗമായി മാറണം. കാരണം ഒരുപാട് കഷ്ടതകൾ അമ്മമാർക്കെതിരെ, സ്ത്രീകൾക്കെതിരെ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ കലിയുഗത്തിൽ യഥാർത്ഥത്തിൽ മാതൃപൂജ, അമ്മയെ എത്രത്തോളം ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു, സ്ത്രീകൾക്ക് എത്രത്തോളം ആദരവ് കൊടുക്കുന്നു, അങ്ങനെയുള്ള സമയത്താണ് നമ്മുടെ ഈ കലിദോഷങ്ങളെല്ലാം അകലുക. കാരണം അമ്മയുടെ പാദം പൂജിച്ചുകൊണ്ട് അമ്മമാർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അവരെ യജ്ഞങ്ങളിലും യാഗങ്ങളിലും പങ്കെടുത്ത് ഇന്ന് മാതൃപൂജ നടന്നു. അപ്പോൾ അത് വളരെ അനുഗ്രഹകരമാണ്. അങ്ങനെ അമ്മമാരെ പൂജിക്കാൻ സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്ന ഒരു യജ്ഞമാണ് നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. പൂജനീയ ഗുരുനാഥൻ മഹാമണ്ഡലേശ്വർ സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി മഹാരാജിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ചണ്ഡികാ യജ്ഞങ്ങളും ഇതുപോലെ ശ്രീരുദ്ര യജ്ഞങ്ങളും എല്ലാം വളരെ ഗംഭീരമായി തന്നെ നടക്കുന്നുണ്ട്. എല്ലാം ജനകീയമാണ്. യജ്ഞശാലയ്ക്കുള്ളിൽ എല്ലാവർക്കും ചിട്ടയോടുകൂടി കടന്നു വന്ന് പൂർണ്ണാഹൂതി ഹോമകുണ്ടങ്ങളിൽ ചെയ്യാൻ പോലും നമ്മൾ അവസരം കൊടുക്കുന്നുണ്ട്. അതുതന്നെ വലിയൊരിതാണ്. അതുകൊണ്ടാണ് സ്ത്രീകളെ ഇപ്പോൾ യജ്ഞശാലയ്ക്കുള്ളിൽ സ്ത്രീകൾക്കും ഇരുന്ന് ഹോമം ചെയ്യാനുള്ള അവകാശമുണ്ട് എന്ന് തെളിയിച്ചു കൊടുക്കുക. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞ സ്ത്രീകളുടെ പ്രാധാന്യം അവരോട് തന്നെ ചോദിക്കാം. അവരും പൂജയെല്ലാം ചെയ്യുന്നവരാണ്. പേര്? എൻ്റെ പേര് അഭിനന്ദ. വർക്ക് എന്തുവാ? നാച്ചുറോപ്പതി ഡോക്ടറാണ്. ഡോക്ടറാണ്. അപ്പം ഈ ശരിക്കും നമ്മളെല്ലാ സ്ഥലത്ത് ചെല്ലുമ്പം സ്ത്രീകൾ യാഗങ്ങൾ ചെയ്യുന്നത് വളരെ കുറവാണ്. അപ്പോൾ ഒരു വലിയ പ്രാധാന്യമാണ് ഈ ഒരു യാഗത്തിന്. എന്ത് തോന്നുന്നു? ഈ ഒരു ഹോമത്തില് സ്വാമിജിയുടെ നിർദ്ദേശപ്രകാരം സ്ത്രീകൾക്കായി ഒരു 3 കുണ്ടകൾ തന്നെ, സ്ത്രീകൾക്ക് ഓരോ സ്ത്രീയും മഹാലക്ഷ്മിയാണ് എന്ന സങ്കല്പത്തിൽ അവർക്ക് തന്നെ ഹോമിക്കാം. അതാണ് എനിക്ക് ഏറ്റവും സന്തോഷം, എനിക്ക് അനുഗ്രഹമായി തോന്നിയത്. എനിക്ക് ഈ യാഗത്തിൽ പങ്കെടുക്കാൻ ഒരു മഹാലക്ഷ്മി രൂപത്തിൽ ദേവിയുടെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് പങ്കെടുക്കാം എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. പേര്? കൃഷ്ണ. എന്ത് തോന്നുന്നു ഈ ഒരു യാഗം ഇങ്ങനെ ശരിക്കും ഇതിൽ പങ്കെടുക്കാൻ പറ്റിയതിന്? വളരെ സന്തോഷം. എവിടെങ്കിലും യാഗം കാണാൻ പോയിട്ടുണ്ടാവുമല്ലോ? യാഗം കാണാൻ നേരത്തെ പോയിട്ടുണ്ടോ? ഇല്ല, യൂട്യൂബിൽ കണ്ടിട്ടേ ഉള്ളൂ. ആദ്യമായിട്ടാണ് യാഗം കാണാൻ വരുന്നത്. അപ്പൊ ഈ യാഗത്തിൽ പങ്കെടുത്തതിന്റെ സന്തോഷം എന്തുവാ? വളരെ സന്തോഷമാണ്. ആദ്യമായിട്ടല്ലേ ഇങ്ങനെ കാണാൻ പറ്റുന്നത്. നമസ്തേ. പേര്? പുഷ്പ നായർ, പുത്തൻകോവിലകം, വണ്ടൂര്, മലപ്പുറം ഡിസ്ട്രിക്ട്. മലപ്പുറത്ത് നിന്നാണ് ഈ യാഗത്തിന് വരുന്നത്. ഞങ്ങൾ ഇതിലിടയ്ക്ക് നമ്മുടെ ഗായത്രി യജ്ഞം പാമ്പാടി നടത്തി 9 ദിവസത്തെ യാഗം അത് നടത്തി. ഈ യാഗത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾക്ക് നല്ല എന്താ പറയുക, മനസ്സിന് സന്തോഷവും സമാധാനവും എല്ലാം കൊണ്ട് വെച്ചിട്ട് 1 മണിക്കൂർ പോലും ചമ്മരം പടിഞ്ഞിരിക്കാത്ത ഞങ്ങളൊക്കെ മണിക്കൂർ കണക്കിന് ഇവിടെ ചമ്മരം പടിഞ്ഞിരുന്ന് ഈ യാഗം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഭഗവാന്റെ ശക്തി കൊണ്ട് മാത്രമാണ്. ഒരു പരമാത്മാവിൻ്റെ ശക്തി, ഞങ്ങളുടെ ഗുരുവിൻ്റെ ശക്തി, എല്ലാവരും ശക്തി കൊണ്ടാണ്. ഈ യാഗം കാണാനെത്തിയ 100-ൽ കൂടുതൽ സിനിമയിൽ അഭിനയിച്ച ഒരു നടിയുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ചോദിക്കാം. പേര്? രമാദേവി. പേര് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അപ്പം ഈ യാഗത്തിന് ഇന്ന് എത്തിയതാ അതോ? അല്ല, ഞാൻ 18-ാം തീയതി തുടക്കം തന്നെ തുടക്കം മുതൽ. ഈ യാഗം അവസാനിച്ചിട്ടേ തിരിച്ചു പോകത്തുള്ളൂ? അത്രേ ഉള്ളൂ. ഓ, അപ്പൊ എന്താണ് ഈ യാഗത്തിന്റെ പ്രത്യേകത? ഇത് ലോക നന്മയ്ക്കായിക്കൊണ്ട് ജാതി മതഭേദമെന്നേ സർവർക്കും ഐശ്വര്യം കിട്ടാൻ വേണ്ടിയിട്ട് ലോക നന്മയ്ക്കായി ചെയ്യുന്ന ഒരു മഹായാഗമാണ്. എൻ്റെ ഗുരുനാഥൻ മഹാമണ്ഡലേശ്വർ പ്രഭാകരാനന്ദജി സരസ്വതി സ്വാമികളുടെ അനുഗ്രഹത്തോടു കൂടിയാണ് ഇവിടെ വരാൻ കഴിഞ്ഞത്. അതിന് വളരെയധികം സന്തോഷം. ശരിക്കും ദൂരെ നിന്നുള്ള കേരളത്തിന്റെ പല ഭാഗത്തുനിന്നും ഇന്ത്യയിൽ നിന്നും പല ഭാഗത്തുനിന്നുമാണ് ഇവിടെ ആൾക്കാർ എത്തിയിരിക്കുന്നത്. ഓരോരുത്തരെയും പരിചയപ്പെടാം. പേര് ഈശ്വർ കൈതേലും. ഞാൻ കേരളത്തിൽ തന്നെ ഏതാണ്ട് 46ഓളം യാഗങ്ങൾ കഴിഞ്ഞു. അതിൽ 13 യാഗബ്രഹ്മനായിരുന്നു. പിന്നെ അതിനുശേഷം സഹബ്രഹ്മനായിട്ടും പിന്നെ ഒരു 13 പ്രാവശ്യം ദുബായിലും 4 പ്രാവശ്യം ശ്രീലങ്കയിലും പോയി യാഗം നടത്താനുള്ളൊരു ഭാഗ്യമുണ്ടായി. ഏകദേശം എത്ര സന്യാസിമാർ പങ്കെടുക്കുന്നുണ്ട്? 48 പേര് ഇപ്പോൾ ഉണ്ട്. ഇനി അടുത്ത അതായത് ഇവിടുത്തെ സാഹചര്യത്തിന് സൗകര്യം അനുസരിച്ച് 12 പേരെയാണ് ഡെയിലി വിളിക്കുന്നത്. ഓ, അങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. ടോട്ടൽ 121 പേര് വരും. അക്കൂട്ടത്തിൽ നമ്മുടെ അഖാഡ പരിഷത്തിൻ്റെ സൂര്യവംശി അഖാഡയുടെ, പോർച്ചുഗീസ് സൂര്യവംശി അഖാഡയുടെ
മണ്ഡലേശ്വര സ്വാമിജിയാണ് അദ്ദേഹം. സംപൂജ്യ സ്വാമിജി ശങ്കരകൃഷ്ണാനന്ദ സരസ്വതി, അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോകാം. നമസ്തേ സ്വാമിജി. നമശിവായ. അപ്പം സ്വാമിജി ഈ ഒരു നാട്ടിൽ ആദ്യമായിട്ടാണോ ഈ ഒരു യാഗം അല്ല ഇങ്ങനൊരു യാഗം നടത്തുന്നത്? അല്ല, ഇത് ആദ്യമായിട്ടാണ്. ശശമംഗള യാഗം എന്ന് പറയുന്ന ആദ്യമായിട്ട് തന്നെ അത് പ്രഭാരാനന്ദ സരസ്വതിയുടെ കീഴിലാണ് ഇത് നടക്കുന്നത്. അദ്ദേഹമാണ് ഈ യാഗത്തിന് പൂർണ്ണമായിട്ടും ഇത് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം ഇന്ത്യയിലെ തന്നെ ഇതുപോലൊരു സന്യാസിവര്യനെ കിട്ടാൻ നമുക്ക് പ്രയാസമാണ്. അദ്ദേഹം ഇത്രയും യാഗങ്ങൾ 300-ൽ പരം വിദേശത്തും ഇന്ത്യയിലും ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ പല സ്ഥലങ്ങളിലും അദ്ദേഹം ഇത് ചെയ്യുന്നുമുണ്ട്. ശ്രീലങ്കയിൽ നിന്ന് വന്നൊരു സ്വാമിജിയെ പരിചയപ്പെടാം. പേര് സെന്തൂരൻ. അപ്പൊ ഇവിടെ ഈ കേരളത്തിലെ യാഗത്തിൽ നേരത്തെ പങ്കെടുത്തിട്ടുണ്ടോ? ഉണ്ട്. എത്ര യാഗങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്? കുറേ പങ്കെടുത്തിട്ടുണ്ട്. നമസ്തേ സ്വാമിജി. പേര് പുഷ്കരൻ. സ്ഥലം? വണ്ടൂർ, മലപ്പുറം ജില്ലയിൽ വണ്ടൂർ എന്ന് പറഞ്ഞ സ്ഥലം. എല്ലാവരും ദൂരക്കാരായാലോ? കേരളത്തിന്റെ എല്ലാ ഭാഗത്തും, ഇന്ത്യയിൽ പല ഭാഗങ്ങളുണ്ട്. ഞാൻ സ്വാമിയുടെ കൂടെ ആയിട്ട് ഒരു 8-10 വർഷത്തോളമായി. സ്വാമിയുടെ കൂടെ പ്രധാനപ്പെട്ട പല യാഗങ്ങളിലും പ്രധാന ആചാരസ്ഥാനം വഹിക്കാനുള്ള ഭാഗ്യം തന്നെ കിട്ടിയിട്ടുണ്ട്. സ്വാമിയുടെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാളാണ്. ഇതങ്ങനെ തുടർന്ന് പോകാൻ ആഗ്രഹിക്കുന്നു. പേര്? ഉണ്ണി. സ്ഥലം? മലപ്പുറം. വടക്കൻ ജില്ലയാണ് കൂടുതലും. അപ്പൊ സ്വാമിജി പിന്നെ നേരത്തെ ഈ ഒരു യാഗം ആദ്യമായിട്ടാണ് ഞാൻ മലപ്പുറത്താണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. സ്വാമിജി. അച്ഛൻകുട്ടി പേര്? സ്ഥലം പാലക്കാട് ജില്ലയിൽ ചെമ്പൈ ഗ്രാമത്തിനടുത്ത്, ചെമ്പയുടെ വാസസ്ഥലത്തിന് തൊട്ടാണ്. സംഗീതജ്ഞൻ ചെമ്പൈ വൈദ്യനാഥരുടെ ഏറ്റവും അടുത്താണ്. ഞാൻ ഏകദേശം ഒരു 300ഓളം യാഗങ്ങളിൽ സ്വാമിജി HS പ്രഭാരാനന്ദ സരസ്വതി നടത്തുന്ന 300ഓളം യാഗങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ്. 300 യാഗങ്ങളിൽ കൂടുതൽ പങ്കെടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, ജനകീയമായി എല്ലാ ലിംഗ വർണ്ണ ഭേദമന്യേ എല്ലാവരെയും ഉൾക്കൊള്ളുകൊണ്ട് കേരളത്തിൽ എൻ്റെ അറിവിൽ ആദ്യമായിട്ട് പ്രഭാരാനന്ദ സരസ്വതി സ്വാമി അവറുകളാണ് എല്ലാവരെയും കൂട്ടി യാഗയജ്ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ദീക്ഷ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ജനകീയ, അതായത് പുരാതന കാലത്ത് എങ്ങനെ മനുഷ്യന് സനാതന ധർമ്മം എങ്ങനെ പ്രവർത്തിച്ചോ ആ രീതിയിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള ഉദ്ദേശശുദ്ധിയോടുകൂടി മാത്രമാണ് സ്വാമിജി ഈ യാഗയജ്ഞങ്ങൾ നടത്തുന്നത്. പഴയ കാലത്ത് സ്ത്രീകൾ ഗായത്രി ജപിക്കാൻ പാടില്ല. സ്ത്രീകളെ ഈ രംഗത്തേക്ക് കൊണ്ടുവരാതിരിക്കാൻ വേണ്ടി ആസൂത്രിതമായിട്ട് ആരൊക്കെയോ കരുതിക്കുട്ടി ചെയ്ത കാര്യങ്ങളാണ്. പക്ഷേ ഞാൻ പറയുന്നത് അമ്മമാർ വേണം വരാൻ. അമ്മമാരും കൊച്ചുകുട്ടികളും എന്ന് വെച്ചാൽ കുടുംബത്തിൻ്റെ കെട്ടുറപ്പ് അവരെല്ലാം ഇരിക്കുന്നത്. ഒരു കുഞ്ഞിനെ ഇപ്പം അച്ഛൻ പുറത്ത് പോയി ജോലി ചെയ്യുന്നു, ഒരു കുഞ്ഞിനെ വളർത്തുന്നത് ശരിക്കും അമ്മ തന്നെയാണ്. ആ സംസ്കാരം പകർന്നു കൊടുക്കണ അമ്മ വേണം. ആ അമ്മയ്ക്ക് അറിവുണ്ടെങ്കിൽ മാത്രമേ ആ കുഞ്ഞ് നേരെ വളരുള്ളൂ. അതുകൊണ്ട് സ്ത്രീകൾ നിർബന്ധമായിട്ടും വേണം. ഞങ്ങളുടെയൊക്കെ ഗുരു അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. ഞങ്ങൾ ഗായത്രി ജപിക്കുന്നവരാണ്. ഞാൻ അഗ്നിഹോത്രം ചെയ്യുന്ന ആളാണ്, അഗ്നിഹോത്രികളാണ്. ഈ ഹോമം നടക്കുന്ന ഇതിൻ്റെ പ്രധാന കുണ്ടമാണ് ഈ 3 ഒന്നിൽ നിൽക്കുന്ന 3. ഈ കുണ്ടത്തിൽ നിന്ന് പിന്നെ അഗ്നിഗിരിയായി അവസാനം ഈ യാഗപ്പുര കത്തിച്ച് അഗ്നിക്ക് കൊടുക്കുകയാണ്. സ്വാമിജി, ഈ ഇരിക്കുന്ന മരുന്നുകളെല്ലാം അതായത് ഈ യാഗത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മരുന്നുകളാണ് ഇതിനകത്ത് ഇടുന്നത്. തീർച്ചയായിട്ടും ഇതിനകത്ത് ഈ 9 സമത്തുക്കളാണ് ചേരുന്നത്. 9 സമത്തുക്കൾ പ്രധാനമായിട്ടും ചേർന്ന് ഒരു 27 നക്ഷത്രത്തിൽ ഈ നക്ഷത്രത്തിന് ഉദ്ദേശിക്കുന്ന ഏത് നമുക്ക് പിന്നെ അനുകൂലവും പ്രതികൂലവുമായ സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യാൻ ഈ പിന്നെ സമത്തുക്കൾക്ക് കഴിയുമെന്നുള്ളതാണ്. ഇതിനകത്ത് ചേരുന്നതെന്ന് വെച്ചാൽ ഒരു പക്ഷേ ഈ വലംപിരി എന്ന് പറയുന്ന സാധനം ചേരും, കടുക്ക ചേരും, എള്ള് ചേരും, നവധാന്യങ്ങൾ ചേരും. അതുപോലെ അതിനെല്ലാം ഓരോന്നിനെ പ്രതിദാനം ചെയ്യുന്നതാണ്. ഈ കാണുന്നത് അവസാന ദിവസം ഈ ഒരു യാഗം തീരുന്നതിൻ്റെ അന്നാണ് ഇത് കത്തിക്കുന്നത്. ഇത് കത്തിച്ച് ചാരമാവുകയാണ്. എല്ലാ യാഗങ്ങളിലും അങ്ങനെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ യാഗത്തിലും അങ്ങനെ തന്നെയാണെന്നാണ് പറയുന്നത്. ഇവിടെ വരേണ്ട വഴിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം. 2024 മെയ് 20 ഇന്ന് തീയതി. ഇനി 9 ദിവസമാണുള്ളത്. അപ്പം യാഗത്തിന്റെ അവസാനം എന്ന് പറഞ്ഞാൽ 28-ാം തീയതിയാണ്, അല്ലയോ? 26-ാം തീയതി മഹാകാൽ ബാബ കൈലാസപുരി സ്വാമി എത്തും. 28-ാം തീയതി യജ്ഞശാല അഗ്നിക്കിരയാക്കുന്നു. 29-ാം തീയതി പ്രായശ്ചിത്ത കർമ്മങ്ങളോടുകൂടി 29-ാം തീയതി യാഗം അവസാനിക്കുന്നു. ഓക്കെ, അപ്പൊ ഇനി വരേണ്ടവർക്കൊക്കെ തീർച്ചയായിട്ടും ഈ 29-ാം തീയതിക്ക് മുമ്പ് ഇവിടെ വന്ന് പങ്കെടുത്ത് തിരിച്ചു പോയാൽ പൂർവ്വ ജന്മ സുഹൃതം പോലെ പുണ്യമാർജിക്കുവാൻ, വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട്, നമ്മുടെ കുടുംബത്തിലെ വരും തലമുറയ്ക്ക് പുണ്യമാർജിക്കുവാനായിട്ട് ഈ ചടങ്ങ് ഉപകരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, പ്രകൃതിക്ക് വളരെ കാര്യമായിട്ടുള്ളതാണ് ഈ ഔഷധങ്ങൾ. ഇതിനകത്ത് ചെയ്യുന്നതെല്ലാം നിങ്ങൾക്ക് വന്ന് കണ്ടാൽ അറിയാം. ഔഷധങ്ങളാണ് ഓരോ യാഗത്തിലും ഇടുന്നത്. അപ്പോൾ അത് അത്ര പ്രകൃതിക്ക് കുങ്കുമപ്പൂ ഉൾപ്പെടെയുള്ള എല്ലാ ഔഷധങ്ങളും 1008 മൂലികകൾ ചേർക്കുന്നുണ്ട്. എല്ലാ ആയുർവേദ മരുന്നുകളും ഉണ്ട്. കൊല്ലം ജില്ലയിലെ പതാരം എന്ന് പറയുന്ന സ്ഥലത്താണ്, ശൂരനാട് സൗത്ത് പഞ്ചായത്തിൽ. ഇപ്പൊ ശൂരനാട് സൗത്ത് പഞ്ചായത്തിൽ പതാരം എന്ന സ്ഥലത്ത് ഇരവിച്ചിറ പടിഞ്ഞാറ് എന്നാണ് ഈ വാർഡിന്റെ പേര്. അവിടെ മിത്ര സെന്റർ സ്കൂളാണ് ലാൻഡ്മാർക്ക്. ആ മിത്ര സെന്റർ സ്കൂളിന്റെ ഗേറ്റിലൂടെ കടന്നു വന്നാൽ നമ്മുടെ ക്ഷേത്രത്തിലെത്താം.